channel. കാണാനായിട്ട് പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ഇതിൽ സിമ്പിളായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ റേഞ്ചിൽ ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക്. ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ പോകുമ്പോൾ അല്ല, കോളേജിൽ പോകുമ്പോൾ, ഈവൻ വെഡ്ഡിങ്ങിന് പോകുമ്പോൾ പോലും, കല്യാണത്തിന് പോകുമ്പോൾ പോലും നമുക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്യാം. പക്ഷേ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മുടി എടുത്ത് ബാക്കിലേക്ക് കെട്ടി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ബാൻഡ് എടുത്ത് വെക്കുക. കാര്യം മുടി ഫ്രണ്ടിലോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പാടായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും താമസിക്കാതെ ഒരു ഹെയർ ബാൻഡ് ഇട്ട് സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ഇട്ടു, സെറ്റായി. ഓക്കെ, ഞാൻ കുളിച്ച് വന്ന ഉടനെയാണ്, മീൻസ് ഒന്ന് പാതി ഉണങ്ങിയതേ ഉള്ളൂ മുടി. ഞാൻ മുടി സെറ്റൊന്നും ചെയ്തില്ല, അതാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ മറ്റേ ഹെയർ പോളിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെയൊക്കെ വീണ്ടും വന്ന് തുടങ്ങി മാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോളേജ്, ഓഫീസൊക്കെ ഡെയിലി നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഇടാറില്ല, ലൈറ്റായിട്ടാണ് മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ഈവൻ ഹെവി ആയാലും, ഡെയിലി മേക്കപ്പിൻ്റെ ആയാലും, കല്യാണത്തിൻ്റെ എണ്ണ ആയാലും, അങ്ങനെയൊന്നുമില്ല. ഏത് മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്കിന്ന് നല്ലതാണെങ്കിൽ മേക്കപ്പ് ഇടുന്നതും നല്ല ഫ്ലോലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ് ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് സിംപിളിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ പാക്കേജിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. സിമ്പിൾ റിഫ്രഷിങ് ഫേഷ്യൽ ഫോം, 100% സോപ്പ് ഫ്രീ. ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരിച്ചൊരിച്ച് തേച്ചൊരിച്ച് കഴുകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊരു ഫോമിങ് ക്ലെൻസറാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇത് സോപ്പ് ഫ്രീ ആണെന്ന് പറഞ്ഞെങ്കിലും കണ്ണിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നീറും. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടമല്ല. പക്ഷേ ഇതിൽ 100% സോപ്പ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സിമ്പിൾ എന്ന ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിവേസ്, നമുക്ക് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഇത് കോമ്പിനേഷൻ, ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും ഫേസ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഒരു 60 സെക്കൻഡ് എങ്കിലും ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് നോക്കുക. 60 സെക്കൻഡ് എന്ന് പറയുന്നത് മിനിമം ടൈമാണ്. അത്രയും നേരമെങ്കിലും ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷേത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ, ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാണ്, വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓയിലി കോമ്പിനേഷൻ മാത്രമല്ല, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഇതിൽ എഴുതിയിട്ടുണ്ടോ? ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നോക്കുക, നമ്മൾ ഏതെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ ബേസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ടിപ്പ് ഹെൽപ്ഫുൾ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പോൾ ഡേ ടൈം ആണെങ്കിൽ, ഇതിപ്പോൾ ഡേ ടൈം അല്ല, ഇതിപ്പോൾ രാത്രി ടൈമാണ്. ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല, ഡെയിലി പ്രൈമർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു പ്രോഡക്റ്റ്. വേറെ ഒന്നുമല്ല, മേബ്ലിൻ്റെ ടിൻ്റാണ്. ഓക്കെ, മേബ്ലിൻ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ഒരു മിനിറ്റ്, ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തിടുന്നത്. മേബ്ലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഒരു ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ്. മാത്രമല്ല ഭയങ്കര നല്ല പ്രോഡക്റ്റാണ് അവർ ഇറക്കുന്നതും. അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റാണ് അവർ ഇറക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയൊരു പ്രോഡക്റ്റാണ് അവരുടെ ടിൻറ്റ് എന്ന് പറയുന്നത്. പക്ക ഫൗണ്ടേഷൻ ഒന്നും അല്ല, ഒരു ഫേസിലൊരു
ബ്രൈറ്റ്നസ് കൊടുക്കുന്ന ഒരു സാധനമാണ് ടിൻറ്റ് എന്ന് പറയുന്നത്. അതെല്ലാ അഫോർഡബിൾ റേഞ്ചിലുള്ള ബ്രാൻഡ്സിലും ഉണ്ട്, പ്രീമിയം ലക്സറി ബ്രാൻഡ്സിലും ഉണ്ട്. ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ടിൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സി സി ക്രീം, BB ക്രീം ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്, അതും യൂസ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അടപ്പുടച്ച് ഈ ഒരു മേബിലിൻ്റെ ടിൻറ്റാണ്. ഓക്കെ, ഇതൊരു 5 ഷെയ്ഡ് വരെ വരുന്നുണ്ട്. നിങ്ങളുടെ ഷെയ്ഡ് നോക്കിയിട്ട് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 05 ആണ് കേട്ടോ, 05. ഷേക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എല്ലാ മേക്കപ്പ് പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഷേക്ക് ചെയ്യുക. ഞാൻ നോർമലി ചെയ്യണത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഇപ്പം നിങ്ങളുടെ മുന്നിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. കവറേജ് ഒന്നും വേണ്ട, ഇതിൽ കവറേജ് ഒന്നും കിട്ടുമില്ല. കവറേജ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും കവറേജ് ഒന്നും തരുമില്ല. കാരണം എൻ്റെ മുഖത്തുള്ള പാടുകളൊന്നും അത് മറക്കത്തൊന്നുമില്ല, പക്ഷേ ഒന്ന് ബ്ലർ ആക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ മുഖത്ത് നിറയെ പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഫേസിൽ നമ്മുടെ പിമ്പിൾ മാർക്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ടിൻറ്റ് കൊണ്ട് അത് എത്രമാത്രം വർക്കാവുമെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവർ പ്രോപ്പർ മേക്കപ്പ് തന്നെ ചെയ്യേണ്ടി വരും. അത് എങ്ങനെ ഒരു ലൈറ്റ് കവറേജ് ടെക്നിക്ക് കൊണ്ടൊരു ഫ്ലോലെസ് ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. എന്നിട്ട് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യം ഇത് കൈവച്ച് തന്നെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഇപ്പോൾ ബ്രഷസും സ്പഞ്ചൊക്കെ യൂസ് ചെയ്താണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യണത് കണ്ടിട്ടുള്ളത് അല്ലേ? ശരിക്കും നമ്മുടെ മേക്കപ്പ് കുറച്ച് പ്രോഡക്റ്റിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ തന്നെയാണ്, ഫിംഗേഴ്സ് തന്നെയാണ്. അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പ്രോഡക്റ്റ് മതിയാവും, ഫിനിഷിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒന്ന് സ്പഞ്ച് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ക്രീം പ്രോഡക്റ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റണത് നമ്മുടെ കൈ വെച്ചാൽ, ഫിംഗേഴ്സ് വെച്ച് കിഡിലുമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും, ബ്രഷസിനെയും സ്പഞ്ചിനെയും കടലൊക്കെ. ഓക്കെ, ഇനി ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് പാക്കിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ്. ഇതിൽ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇടയ്ക്ക് ഈ ഒരു ഷെയ്ഡും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടാണ് ഇരുന്നത്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഷാർപ്പനർ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. ഷാർപ്പൻ ചെയ്താൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിലൊരു സ്പൂളി പോലത്തെ ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചീ കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മേക്കപ്പ് കുറവേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഐബ്രോസൊക്കെ നന്നായിട്ട് ഗ്രൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരു നല്ല വ്യത്യാസം വരും, നല്ല ഭംഗിയാവും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് ഇടാതെ എങ്ങനെ സുന്ദരിയാവും എന്നുള്ളൊരു വീഡിയോ. അതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു വെക്കുക. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് ഡാർക്ക് ഷെയ്ഡും പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റർ ഷെയ്ഡുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു ഡിഫറൻസ് കാണാമല്ലോ. ഇവിടെ ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ഐബ്രോസ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് കാണുമ്പോൾ ഒരു ഗ്രൂം ചെയ്തൊരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഐബ്രോസ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് തുടങ്ങുക. അപ്പോഴത്തേക്കും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ബ്ലഷിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രീം ആൻഡ് ടിൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റാണ്. ഷെയ്ഡ് വന്നിട്ട് ഫ്രൂട്ടി ഫിഗ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ഡപ്പയിൽ ഇങ്ങനെ ഒരു ലിഡൊക്കെ വന്നിട്ട് നമുക്ക് തുറന്നെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഞാൻ 2 ഫിംഗേഴ്സിൽ പ്രോഡക്റ്റ് എടുക്കും. ബ്രഷാണ് യൂസ് ചെയ്യണമെങ്കിൽ കയ്യിൽ വെച്ച് ഒന്ന് എക്സ്ട്രാ ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ, കാരണം നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടായിരിക്കും. ഇങ്ങനെ ഒന്ന് കൈവച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് സാധാരണ ഒരു റേഞ്ചിലോട്ട് വരും. അങ്ങനെയാണ്, ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, നമ്മുടെ ഫേസിൽ ഈ ഓയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരും. അങ്ങനെ തന്നെ കിടക്കില്ല.
ഓക്കെ, ചുമന്ന തൊടുത്ത കവിളുകൾ കണ്ടോ. ഞാൻ ഈ ഒരുപാട് ഇട്ടതിൽ ഇപ്പോൾ ഇതൊന്നും വലിയ കാണുന്നുണ്ട് ഇല്ല. ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരും. അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് കണ്ണിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ് ചീക്ക് ഐലിറ്റിൻ്റാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഐ ആണ്. അപ്പം കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രൗൺ ആണ്. ഓക്കെ, ഇത് റീകോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, നിങ്ങളിത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ ജർമ്മനി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, യെസ്, മെയ്ഡ് ഇൻ ജർമ്മനി. റീകോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഭയങ്കര നല്ലൊരു കാജൽസാണ്. കാജൽ അതുപോലെ ഏത് ഷെയ്ഡായാലും ഇതിൻ്റെ മിക്ക പ്രോഡക്റ്റും അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ ആണ് ഞാൻ മേലെ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മേബ്ലിൻ യൂസ് ചെയ്യാം, ഡ്രഗ് സ്റ്റോർ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അഫോർഡബിൾ റേഞ്ച് അല്ല പറയണേ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മസ്കാര എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് വെളിയിലേക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താ, നമ്മൾ എയർ ഉള്ളിലേക്ക് പോയിട്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. മസ്കാരയുടെ ഒരു ലൈഫ് ലൈൻ അല്ലെങ്കിൽ മസ്കാരയുടെ ഒരു എക്സ്പയറി ടൈം എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസം വരെയൊക്കെ നമുക്ക് മസ്കാര ഐലൈനേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് കളയണം. കാര്യം അതിൻ്റെ ജീവൻ അത്ര നാൾ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബ്രൗൺ ഷാഡോ ഇല്ലേ, അത് താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒരു സാധനം ഉണ്ട്, ഇതിൻ്റെ സ്മഡ്ജ് ചെയ്യണ ഒരു സാധനം, അത് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഐ, ഒരു എന്താ പറയുക, ഡൾ ലുക്കിംഗ് ഐ ആണെങ്കിൽ ഒന്നൊരു ഭംഗി കൊണ്ടുവരാനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐ ഷാഡോ ആയാലും മതി, ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ബ്രൗൺ, ഒരു ഡാർക്ക് റെഡ്, അങ്ങനത്തെയൊക്കെ ഒരു ഐ ഷാഡോ, മെറൂൺ കളർ ഷാഡോസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പോപ്പ് ഓഫ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് നല്ല ഭംഗിയായിട്ടുണ്ടാവും. കോളേജിൽ എത്നിക് ഡ്രസ്സൊക്കെയാണ് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭംഗി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റാണ്. ഞാൻ ഉദ്ദേശിച്ച വേറൊരു കളറാണ്. ആ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല, ഇനി തപ്പി കണ്ടുപിടിച്ചാൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ഷെയ്ഡ് കണ്ടിട്ടില്ല, ന്യൂഡ് നോൺസ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതാണ് സംഭവം. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മണം നോക്കി കഴിഞ്ഞാൽ സെയിം മണം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഇത് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് അങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങളിപ്പം ബ്യൂട്ടി വ്ളോഗേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും എല്ലാ വ്ളോഗേഴ്സിൻ്റെ കയ്യിലും ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ഉണ്ടാവും ഇല്ലേ. അതിൽ കുറേയൊക്കെ അവർ പൈസ കൊടുത്ത് മേടിച്ചതാവും, കുറേയൊക്കെ അവർ PR കിട്ടിയതാവും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് PR കിട്ടിയതും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. ഇപ്പം ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് തീർക്കാതെ ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ സങ്കടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പ്രോഡക്റ്റ് ഒരു പാതി മുക്കാലൊക്കെ ആയതിനു ശേഷം മാത്രം ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിക്കണം. ഇല്ലാതെ എൻ്റെ മിനി പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അല്ലാതെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കില്ല, എനിക്കിഷ്ടമല്ല. കാര്യം എനിക്ക് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ചീത്തായി പോയതൊക്കെ ഒത്തിരി പ്രോഡക്റ്റ് അങ്ങനെയുണ്ട്, ഞാൻ എടുത്ത് കളഞ്ഞ പ്രോഡക്റ്റ്. കാര്യം ആർക്കും ഉപയോഗം ഇല്ലാണ്ട് പോവല്ലേ. ഞാനങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്ന പ്രോഡക്റ്റൊക്കെ മിക്കതും ഇങ്ങനെ ആരും അങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്യാത്ത കളേഴ്സൊക്കെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊന്നെങ്കിൽ യൂസ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. യൂസ് ചെയ്യാത്ത കളേഴ്സ് ഇപ്പോൾ ആർക്ക് കൊടുക്കാൻ, എടുത്ത് കളയാനല്ലേ പറ്റുള്ളൂ. സോ
ഈ ഒരു ഷെയ്ഡിന് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ ഷാഡോ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബ്രൗൺ ഷാഡോ വെച്ച് ലൈനൊന്നും ചെയ്ത് കൊടുക്കല്ല. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, എനിക്ക് ഇത് മാക്കിൻ്റെ 6+ ആണ്. സെറ്റിംഗ് സ്പ്രേ ആണ്, ഫിക്സിങ് സ്പ്രേ അല്ല, സെറ്റിംഗ് സ്പ്രേ ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സാധനം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ലുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സാധനം. എനിക്കിഷ്ടമാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഫിനിഷ്ഡ് ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഈസി ബീസി മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ലിങ്ക് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് parvathynandioffcl എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ പേജ് വരും. ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടേക്ക് കെയർ.